വാദിവില തട്ടിപ്പിൽ അനന്തകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വീണ്ടും മാറ്റി. പോലീസ് റിപ്പോർട്ട് ലഭിക്കാത്തതാണ് കാരണം. ഇത് 4ാം തവണയാണ് ഹർജി മാറ്റുന്നത്. ആർ അനന്തകൃഷ്ണൻ ചേരും കൂടുതൽ വിവരങ്ങളുമായി. അനന്തൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഹർജി മാറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? രാജീവ്, തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് അനന്തകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കണ്ണൂർ സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അനന്തകൃഷ്ണനൊപ്പം അനന്തകുമാറും പ്രതിയാണ്. ആ കേസിലാണ് തിരുവനന്തപുരത്ത് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ അനന്തകുമാർ സമർപ്പിച്ചത്. പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ പോലീസ് റിപ്പോർട്ട് ഹാജരാക്കിയിരുന്നില്ല. അതേ തുടർന്നാണ് മാർച്ച് 4-ന് വീണ്ടും പരിഗണിക്കാനായി ഹർജി മാറ്റിയിരിക്കുന്നത്. ഇത് 4ാം തവണയാണ് ഹർജി പോലീസ് റിപ്പോർട്ട് വരാത്തത് കൊണ്ട് വീണ്ടും മാറ്റിവെക്കുന്നത്. നേരത്തെയും ആദ്യ തവണ ഈ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ കോടതി പറഞ്ഞിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് റിപ്പോർട്ട് ഹാജരാക്കണമെന്ന്. എന്നാൽ 3 തവണയും കണ്ണൂർ പോലീസ് ഈ റിപ്പോർട്ട് ഹാജരാക്കുന്നതിൽ വീഴ്ച വരുത്തുകയായിരുന്നു. ആ റിപ്പോർട്ട് ലഭിക്കാതെ കോടതിക്ക് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം പറയാൻ കഴിയില്ല. ഈ കോടതി നടപടികൾ നീളും തോറും അനന്തകുമാറിന്റെ അറസ്റ്റും വൈകും. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിൽ ഇരിക്കുന്നു എന്ന കാരണം പറഞ്ഞാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് നടപടികൾ പോലീസ് നിർത്തിവെച്ചിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഈ കോടതി നടപടി നീണ്ടുപോകുമോ അത്രയും അനന്തകുമാറിന്റെ അറസ്റ്റ് നടപടികളും വൈകുകയും ചെയ്യും. ഇതിന് അനന്തകുമാറിനെ സഹായിക്കാൻ വേണ്ടിയുള്ള നീക്കമാണോ എന്ന് സംശയിച്ചാലും അതിൽ കുറ്റം പറയാൻ കഴിയില്ല. ഏതായാലും ഈ കണ്ണൂർ സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ കേസ് ഇപ്പോൾ ഇത് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തിനെ കൈമാറിയിട്ടുണ്ട്. ഇനി ഈ പ്രത്യേക സംഘമാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഏതായാലും മാർച്ച് 4-ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അനന്തകുമാറിന്റെ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും മാർച്ച് 4-ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു പരാമർശം ഈ റിപ്പോർട്ട് വന്നില്ലെങ്കിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാജീവ്, അതായത് ആനന്ദകുമാറിന് മുൻകൂർ ജാമ്യവും കിട്ടുന്നില്ല, അറസ്റ്റും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള സ്ഥിതി.